കൊണ്ടോരാം കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടോരാം പുല്ലാനിക്കാടും കാണാം വെള്ളാമ്പൽ. അതെ, ഞാൻ അവിടെ കഞ്ഞി എടുത്തു വെച്ചായിരുന്നു, കുടിച്ചായിരുന്നു. ഞാൻ കഞ്ഞി കുടിച്ചു. അവിടെ ഇലക്കകത്ത് വിളമ്പി വെച്ചിരുന്നല്ലേ? ഇഷ്ടായോ? ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നല്ലേ? സർപ്രൈസാ? ഉണ്ടായിരുന്നു. എന്ത് സർപ്രൈസ്? ഉണക്കമീൻ മറത്തില്ലായിരുന്നു അതിന്റെ കൂടെ. ഉണക്കമീനാ? ഉണക്കമീൻ ഉണ്ടായിരുന്നു. ഞാൻ ഉണക്കമീൻ വെച്ചില്ലല്ലോ. ആ കഞ്ഞിയുടെ അപ്പുറത്തോട്ട് ഡെസ്കിൽ ഒരു ഉണക്കമീൻ മറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്റെ ദൈവമേ, അത് കൊടുത്ത് തിന്നാ? അത് ഇവിടുത്തെ തുരുമ്പൊടിച്ച കുഞ്ഞിപ്പിച്ചാത്തി ഒടിഞ്ഞിരുന്നേച്ചതാ. ഇതും പറഞ്ഞോടെ ഇരുന്നോ? എന്തേ? കിഴക്കനാട്ടിൽ നിന്ന് ഒരു ചെക്കൻ വന്ന് ഇന്നലെ എന്നെ പെണ്ണ് കണ്ടിട്ട് പോയി. ഞാനുള്ളപ്പോഴാ? നടക്കില്ല. അയ്യോ, നടക്കൂല. കൊറേ നാളായി. ഇന്ന് കെട്ടാ രാജി, നാളെ കെട്ടാ രാജി. കൊതിപ്പിക്കണം, അല്ലാണ്ട് കെട്ടണില്ലല്ലോ. എന്നെ തേക്കാനുള്ള പരിപാടിയല്ലേ രാജി? നമ്മൾ രണ്ടും കൂടെ ഈ കയ്യും പിടിച്ച് ഈ വരമ്പ് ചേർന്ന് നടന്നു കഴിഞ്ഞാൽ എന്റെ കപ്പത്തോട്ടത്തിലെത്തും. ആ കപ്പ മുഴുവൻ പന്നിക്കുള്ളതാണെങ്കിൽ ഈ രാജിയെ ഈ പന്നിക്കുള്ളതാ. അല്ല, ബെന്നിക്കുള്ളതാ. ഇത് വാക്കാണ്. ഉറപ്പാണ്? ബെന്നിയുടെ വാക്ക്. മനസ്സിലായ? അതുകൊണ്ട് നീ ഒരു കാരണവശാലും പേടിക്കണ്ട. ഒരു മിനിറ്റ്. ഫോൺ. ഹലോ, തരടാ. തരാന്ന് ശരിടാ, ശരി. എന്താ പ്രശ്നം? അല്ല, നമ്മളിവിടെ കുറച്ചു മുമ്പ് വാക്കിന്റെ കേസ് പറഞ്ഞില്ലായിരുന്ന? അതൊന്ന് ക്ലിയർ ചെയ്തതാ ഒരാൾ വിളിച്ചിട്ട്. ഞാൻ വാക്ക് പാലിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട്. എന്താ എല്ലാരും കൂടെ? പന്നി ഇറങ്ങിയെന്ന് കൃഷി മുഴുവൻ നശിപ്പിച്ച്. എടാ, പന്നി ഇറങ്ങിയെങ്കിൽ ഈ കൊട്ടി പാടി ഓടിക്കഴിഞ്ഞാൽ പന്നിന്റെ പാട്ടിന് പോകില്ലേ? പിന്നെ എന്നാ ചെയ്യണം? പന്നിനെ മയത്തിനെ സോൾവ് ചെയ്ത് പിടിച്ചെടുക്ക്. പിന്നെ അങ്ങ് നിന്ന് തരുമല്ലേ പന്നി? എന്നെ പിടിച്ചോന്നും പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഈ പാടത്ത് കപ്പ വെച്ചേക്കണം അറിയാമോ? ഈ പന്നി കാരണം ഒരു രക്ഷയില്ല. നമ്മളൊക്കെ ഇവിടെ പിന്നെ വജ്രമാണല്ലോ നട്ടുപിടിപ്പിക്കുന്നത്. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കൃഷി ചെയ്ത് ഈ വർഷത്തെ കർഷക സ്ത്രീ പുരസ്കാരം മേടിക്കണം. അതാണ് എന്റെ ആഗ്രഹം. ബെൻ, ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോ എന്റെ ഒരു 25 മൂട് കപ്പവും ഏലം പോയി. ഇവനൊന്നും കുഴപ്പമില്ലടാ. ഇവന്റെ 25 മൂട് കപ്പ ലേലത്തിന് പോയപ്പോ ഇവന് കാശ് കിട്ടിയല്ലോ. ലേലത്തിന് പോയെന്നല്ല, കപ്പ ഏലക്കൊക്കെ കംപ്ലീറ്റ് മറ്റേ പന്നി കുത്തി നശിപ്പിച്ചെന്ന്. എന്തൊക്കെ പറഞ്ഞാല് ഏറ്റവും കൂടുതൽ കൃഷിനാശം എനിക്കാണല്ലോ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ അല്ലേ? കപ്പയിലും എല്ലാം കളഞ്ഞു പന്നി. എനിക്കതല്ലെന്ന്. പിന്നെ ഞാൻ ഈ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യണ എന്തിനാണെന്നറിയാമോ? എനിക്ക് കർഷകശ്രീ പുരസ്കാരം മേടിക്കണം. കർഷകശ്രീ പുരസ്കാരം? ഇതിപ്പോ എന്റെ ആവശ്യമായതുകൊണ്ട് ഞാനൊരു പണി ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു അമ്മാവനുണ്ട്. നമ്മുടെ ഈ നാട്ടിലാർക്കും ഈ കൊട്ടാനല്ലേ അറിയാവുള്ളൂ. അത്രേ ഉള്ളൂ. പന്നിപ്പടക്കം, അതായത് ഈ സാധനം ഉണ്ടാക്കണം, ബോംബ്. ആര്? പടക്കം വെച്ച് കൊല്ലാൻ. പടക്കം വെച്ച് കൊല്ലുന്നിട്ട് എന്റെ അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട്. പന്നിക്കുഞ്ഞപ്പൻ. ആണോ? ഏത് കുഞ്ഞപ്പം വന്നാലും ഈ പന്നിയെ പിടിക്കാൻ പറ്റൂല. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയും വിവരമല്ല. അതോ നല്ല കാട്ടിൽ പറഞ്ഞ പന്നിയാണ്. അതൊന്നും പേടിക്കണ്ട. എന്റെ മാമൻ വരുമ്പോ ഇതൊക്കെ അങ്ങ് ക്ലിയർ ആകൂലേ? നീ അവിടെ ചെന്നാ കപ്പത്തോട്ടത്തിൽ വല്ല പന്നി ഇറങ്ങിയോ നോക്ക്. ചെല്ല്. നിങ്ങളിത് കൊട്ടിപ്പാട് നടക്കല്ലേ? ഇനി പന്നി വന്നാൽ ഞങ്ങൾ ശരിയാക്കാം. നമസ്കാരം. 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 ഇതെന്റെ മാമനല്ലല്ലോ. മാമനല്ല, ഞാനൊരു ബ്ലോഗറാണ്. കേട്ടുകൊണ്ടിരിക്കൂ. 100 മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള സ്വന്തമായിട്ടൊരു ചാനൽ നടത്തുന്ന ഒരു ബ്ലോഗറാണ്. എന്റെ പേര് ഡേവിഡ്. എന്റെ ഡേവിഡ് ചേട്ടാ, ഇവിടെ ചേട്ടന്റെ ആവശ്യമില്ല. ഞങ്ങൾ പന്നിനെ കൊല്ലാനുള്ള ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം എത്ര മൈലുണ്ട്? ഇവിടെ മൈലില്ല, ഇവിടെ മൊത്തം പന്നിയാണ്. പന്നി ഇറങ്ങി കൃഷി മൊത്തം നശിപ്പിച്ചു. അതല്ലേ ചോദിച്ചേ, ഇവിടെ മൊത്തം എല്ലാവർക്കും കൂടി എത്ര ഏക്കർ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചത്. എനിക്ക് 5 ഏക്കർ കൃഷിയാവുള്ളൂ. എനിക്ക് 1 ഏക്കർ ഉണ്ട്, മുഴുവൻ പോയി. എനിക്ക് 2 നിക്കറുണ്ടായിരുന്ന പന്നി കടിച്ചോണ്ട് പോയി. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കേൾക്കേണ്ട കാര്യമാണിത്. ഈ പാവപ്പെട്ട കൃഷിക്കാരുടെ, ഈ കർഷകരുടെ ഏക്കർ കണക്കിന് കൃഷി സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഒരു കാട്ടുപന്നി ഇറങ്ങിയാണ് ഈ കൃഷി മതിയെന്ന്. അല്ല, കാട്ടുപന്നി ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന കാര്യം ജനങ്ങളെ അറിയിപ്പിക്കണ്ടേ? കാട്ടുപന്നി ഇറങ്ങി കൃഷി നശിപ്പിച്ച് ജനങ്ങളെ അറിയിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്റെ മാമനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രേക്ഷകർ നിങ്ങളെ കൂടെ കാണുമല്ലേ? ഓ, അങ്ങനെയാണല്ലേ? ഇതാണ് കൃഷി സ്ഥലം. കാണുക പ്രേക്ഷകരെ, ഇതാണ് കൃഷി സ്ഥലം. ഇവിടെയാണ് കൃഷി നശിപ്പിക്കുന്നത്. ഇതെന്നെ സ്ലോ മോഷനിൽ വന്നെ? ഇവിടെ സ്ലോ മോഷൻ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്ലോ മോഷൻ ഇട്ടങ്ങ് വന്നതാ. ആണല്ലേ? പന്നി വന്നെന്ന് പറഞ്ഞ? പന്നി വന്നെന്നല്ല, പന്നി കുഞ്ഞപ്പൻ വന്നെന്ന് പറയാൻ പോയിരുന്നു എന്റെ മാമൻ.
ഇത് ഓടി എന്തിനാ? ഓടിന്ന് പറഞ്ഞാൽ ഞാൻ പന്നി വന്നു കഴിഞ്ഞാൽ പടക്കം ഉണ്ടാക്കിയിട്ടില്ല എറിയാനായിട്ട്. അതാണല്ലേ ഇത് ആരാന്നറിയാമോ? ഇല്ല, സ്വന്തമായിട്ട് പന്നിപ്പടക്കമൊക്കെ ഉണ്ടാക്കി പന്നിനെ കൊല്ലണം മഹാനായ എന്റെ മാമന ബന്ധുവാ. ഇതല്ലടാ എല്ലാവരും ഇതിലെ. ഇത് ഇവിടെ ഇങ്ങനെ കാട്ടി പന്നി ഇറങ്ങില്ല, അതിനെ പിടിക്കാൻ വേണ്ടി കൂട്ടില്ല, പന്നിയെ കിട്ടുന്നില്ല. ഞാൻ അതിനെ കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കാൻ വന്ന ആളാണ്. എന്റെ പേര് ഡേവിഡ്. ഇതെന്നെ മലയാറ്റൂർക്ക് പോകണം കുരിശാണ്. പിന്നെ ഞാനിവിടെ ഇല്ലായിരുന്നു, മുണ്ടക്കയത്തിച്ച പരിപാടിയായിരുന്നു. അറിയാലോ തിരക്കായിരിക്കും. മുണ്ടക്കയത്ത് ഒരു പന്നിശല്യം. എന്നോട് പറഞ്ഞു ഞാനങ്ങ് എന്ന് ഇവിടെ പന്നിനെ നേരിട്ട് കണ്ടു, പന്നി അടുക്കുന്നില്ല, ഞാൻ പടക്കത്തിന് എറിഞ്ഞു. പന്നി അത് ക്യാച്ചെടുത്തെന്ന് വായ കൊണ്ട് ഇങ്ങനെ ഒറ്റ പിടുത്തം പിടിച്ചു. കയ്യും പോയി, പന്നിയുടെ തലയും പോയി. അത് ചുമ്മാ കള്ളത്തനം പറയല്ലേ. പന്നി പടക്കം കടിച്ചു കഴിഞ്ഞാൽ പന്നിയുടെ തല മാത്രമല്ലേ പോകത്തില്ല, കൈയൊന്നും പോകില്ല. എടാ പന്നി തല കുറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ആ സമയം. അതാ പറ്റി അതാണ് കറക്റ്റ്. അബദ്ധം പറ്റൂല. അതെ പറ്റത്തില്ല. ഈ മാമനെ എങ്ങനെയാണ് ഈ പന്നിക്കുഞ്ഞപ്പനുള്ള പേര് കിട്ടിയെന്നറിയാം? ഇല്ല, അത് ഭയങ്കര കഥയാണ് മാമൻ. അത് ഞാൻ പറഞ്ഞ ഏക്കത്തില്ല, ഇവിടെ ഏക്കിയല്ല. കഴിഞ്ഞ വർഷം അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് 10 പേര് ഏറ്റുപോയില്ലേ? ഞാനേ ഈ വാഗമണ്ണില് ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതൊന്ന് മാറ്റിക്കടാവി. ഇത് നിൽക്കണ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരു പന്നി നിൽക്കുക, ഞാനൊന്നും മടിച്ചില്ല, ഇതെടുത്ത് അവൻ കൊടുത്തു. പന്നിപ്പടക്കം എടുത്ത് അവൻ കൊടുത്തു. പന്നി എടുക്കോ ഒറ്റ കടി ഈ വശം അങ്ങ് പൊട്ടിപ്പോയി. പന്നി എന്നെ കണ്ടെന്നപ്പോ ഒരു കണ്ണാലെ എന്നെ കണ്ടു. ഞാൻ പന്നി എന്റെ നേരെ മണ്ണ കൊണ്ടാണ് ഞാനൊരു കാര്യം ചെയ്തു. അപ്പൊ തന്നെ സൈക്കിൾ എടുത്ത് അങ്ങ് ചവിട്ടി 100 അങ്ങ് പോയി. പന്നി തൊട്ട് പോലെ 200 വരുവാ. ഞാൻ എഴുന്നേറ്റ് നിന്നങ്ങ് ചവിട്ടി. വലിയൊരു മലയിലേക്ക് അങ്ങ് അടിച്ചു കയറ്റി കത്തിച്ചു വിട്ടു. കത്തീരെന്ന് പറഞ്ഞാൽ അന്യായ കത്തീര. മനസ്സിലായി. അതാ മാമൻ ഇടക്ക് അങ്ങനെയാ, ഇടക്ക് കത്തിച്ചൊക്കെ വിടും. ഇങ്ങനെ വന്ന് നേരെ ഒരു കൊക്കാട് അവിടെ ചെന്നപ്പോ ഞാൻ സൈക്കിൾ അവിടെ നിർത്തിയപ്പോ 100 ഇങ്ങ് വരുവാ. ഞാൻ അപ്പൊ തന്നെ കൈ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു പന്നിയോട് കയറിപ്പോക്കോളെ. പന്നി നേരെ മൂക്കും കുത്തി കൊക്കയില്. അപ്പൊ തന്നെ ഒരു കയറെടുത്തിട്ട് വലിച്ചിങ്ങി കയറ്റി ചെള്ള നോക്കി 4 കൊടുത്തിട്ട് പന്നീനെ എടുത്ത് കഴുത്തലിട്ടിട്ട് പോകുന്നു. അന്ന് മുതലാണ് എനിക്ക് പന്നിക്കുഞ്ചപ്പൻ പേര് വന്നത്. അന്ന് മുതൽ അവന്റെ തല ഞാൻ ഒന്നും നടക്കുമല്ലേടാ, വിശ്വാസം വരാൻ വേണ്ടി. ഇതല്ലേ അയ്യോ സത്യം. പന്നിയുടെ മുഖം എങ്ങനെ ഇരിക്കുന്നത്? അത് പാറക്കെട്ട് ചെന്ന് ഇടിച്ചതാളവി. ഇതാണ് പഴയ ഗ്ലൂക്കോസ് കുപ്പിയുടെ അടപ്പ് വന്നത്. ഇതെന്റെ അകന്ന ബന്ധു. ഇതൊക്കെ കാരണം ഞാൻ അടുപ്പിച്ച. അതെ, ഇതാണോ നിന്റെ സ്ഥലം? അത് എന്നെ 5 ഏക്കർ സ്ഥലത്തല്ലേ കപ്പ കൃഷി. നീ ഒറ്റക്കാണ് ഇത് നടത്തുന്നത്? ഒറ്റക്കല്ലെന്ന് ഒരു പണികാരത്തി ഉണ്ട് പണി സഹായിക്കാനായിട്ടൊക്കെ. അത് 10 മണിക്ക് ഒരു 5 മണിക്ക് പോവും. ആള് കണ്ടില്ലോ തോട്ടത്തിലായിരിക്കും. രാജി എന്താ ചേട്ടാ? എന്റെ മാമൻ പന്നി പിടിക്കാൻ വേണ്ടി പടക്കം ഉണ്ടാക്കാൻ വരുമെന്ന് പറഞ്ഞില്ലേ? അതാ ആ മാമനാ. എന്റെ ഒരേ ഒരു അകന്ന ബന്ധത്തിലുള്ള മാമൻ. ഓ മതി. പേരെന്നാ? രാജി. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം മുടരും നിൻ ചൊടികൾ. രതീഷിന്റെ വിഗ് വേണോ? ഫിഗർ ഷോ കളിക്കാൻ കല്യാണം കഴിച്ചതാ ഈ മാമൻ. പിന്നെ സത്യം കല്യാണം കഴിച്ചാ? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. കണ്ട പറയൂലട്ടാ. വലിയ മക്കളൊക്കെ ഉണ്ടാ? 2 ആൺപിള്ളേരുണ്ട്. ഇത്ര വലിയ മക്കളുള്ള മാമനെന്തിനെ പന്നിനെ പിടിക്കാൻ തുടങ്ങാം? മക്കളൊന്നും തരൂലേ? മൂത്തവരൊന്നും തരികയല്ലേ, ഇളവൻ തരണമെന്നുണ്ട്. ഞാൻ ഒഴിവായി മാറി പോവാ. നാളെ ഒരു ദിവസം എനിക്ക് ഇടയ്ക്ക് കിട്ടിയാർന്നു കേട്ടോ. പിന്നെ എന്നാലേ നമുക്ക് പരിപാടി. പ്രശ്നം എന്ന് പറഞ്ഞാലേ ഞാൻ ഈ കൃഷി ചെയ്തല്ല, എന്റെ ഒരു ആഗ്രഹമാണ് ഈ കർഷകശ്രീ അവാർഡ് മേടിക്കണമെന്നുള്ളത്. അതെങ്ങനെയെങ്കിലും ഈ പന്നിനെ കൊന്നിട്ട് ഈ ഇവിടെയുള്ള സകല പന്നിനെ ഞാൻ കൊന്നിരിക്കും. അത് മതിയോ? അത് മതി. പരിപാടി തുടങ്ങാം. ഇതെങ്ങനെ ഈ ബോംബ് ഉണ്ടാക്കണം മാമ? ഇത് നമ്മൾ ബോംബ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പണി കൂടുതലാ. ഇത് കയറ്, ഇത് ഉണ്ടോ? ബോണ്ടയാണോ? ബോണ്ടയൊന്നുമല്ല, ഇത് വെള്ളാരം കല്ല്. ഈ ഇതാണ് വെള്ളാരം കല്ല് എന്ന് പറഞ്ഞ സാധനം. പന്നിപ്പടക്കം ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനമായ സാധനമാണ് വെള്ളാരം കല്ല്. നിങ്ങൾ കേട്ടിട്ടില്ലേ? മേലെ നീട്ടി ആരപ്പെട്ടു ചുറ്റി. അതുപോലത്തെ ഒരു വെള്ളാരം കല്ലാണ്. ഈ വെള്ളാരം കൊണ്ടുള്ള പന്നിയെ വെടിവെച്ച് പടക്കം വെച്ച് കൊല്ലുന്നല്ലേ? ആവശ്യമില്ലാത്ത സാധനമൊക്കെ എടുക്കണം. ഇതൊക്കെ ആൾക്കാരെ മുമ്പ് കാണിച്ചു കഴിഞ്ഞാൽ അവരതിൽ പഠിക്കുകയല്ലേ? അത് എന്റെ പ്രേക്ഷകരെ പെരിയപ്പെടുത്തി കൊടുക്കുകയാണ്. ഉണ്ടാക്കി മാമനോട് മാമൻ ചെയ്യ മാമ എത്രയും പെട്ടെന്ന് പന്നിപ്പടക്കം സ്ഫോടക വസ്തു മാമൻ എടുക്കുന്ന. ഇതാണ് വെടിയുപ്പ്, ഇത് കുപ്പിച്ചില്ല.
കുപ്പിച്ചില്ലൊക്കെ വേണമല്ലേ? കുപ്പിച്ചില് വേണം. പിന്നെ കുപ്പിച്ചിലും ഇതും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇങ്ങനെ അങ്ങ് പൊതിയും. നന്നായിട്ട് ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം സൂക്ഷിക്കണേ. സൂക്ഷിക്കണോട്ടോ, ദൈവത്തെ ഓർത്ത്. കെട്ടിക്കോ പെട്ടെന്ന് കെട്ടിക്കോ. അങ്ങനെ കെട്ടാൻ പറ്റില്ല, അത് വലിയ പ്രശ്നമാണ്. വയറുകാരെ വശമുണ്ടല്ലേ. ഒതുങ്ങി നിക്കണേ, നിങ്ങൾ ഒതുങ്ങി നിക്കണേ. ഇങ്ങനെ വെച്ച ഇത് കെട്ടാൻ പറ്റുള്ളൂ. കാണാൻ പറ്റൂലല്ലോ. അപ്പം ഇള കാണരുത്. ഇതിവിടെ എങ്ങാനും വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ എന്റെ മുഖം പോകുകയല്ലേ. ഇതാണ് ഈ മരത്തിട്ടല്ലേ കേക്കോളൂ. ഇത് പാരമ്പര്യമായിട്ടുള്ള രീതിയല്ലേ? എന്നിട്ട് ദേ ഇതിന്റെ കെട്ടിന്റെ മുറുക്കം പോലെ ഇരിക്കും ഇതിന്റെ പവർ. മനസ്സിലായോ? ഇതിങ്ങനെ നന്നായിട്ട് കെട്ടിയതിന് ശേഷം ഇതൊന്ന് കുടുക്കിട്ടത് അതെനിക്ക് കാണത്തില്ല. ഇതിങ്ങനെ കെട്ടും നമ്മൾ നന്നായിട്ട്. എന്നിട്ടാണ് ഇതിന്റെ റൂട്ടിലേക്ക് പോകുന്നത്. ഇങ്ങനെ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയ്യോ കൂട്ടിക്കെട്ടാൻ പറഞ്ഞിട്ടില്ല. അതേലേക്ക് കൂട്ടിക്കെട്ടറ. ഒതുങ്ങി നിന്നു കേട്ടോ. ഇതാണ് ശരിയായ പന്നിപ്പടക്കം. ആണല്ലേ? ഇത് ഇത് പന്നിയെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും വെക്കുവോ? വെൽക്കം എന്ന് എഴുതി വെക്കും. പൊക്കോണോട്ടോ. ഇതാണ് പന്നിപ്പടക്കം എന്ന് പറഞ്ഞ സാധനം. ഈ പന്നിപ്പടക്കം വെക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പന്നിപ്പടക്കം കൊടുങ്കാട്ടിൽ വെക്കുമ്പോഴത്തേന് ആഹാര സാധനം എന്ന് പറഞ്ഞ് കടിച്ചു പറിച്ച് പന്നി വരുന്ന സമയത്ത് പന്നി പൊട്ടിപ്പോകുന്നതാണ് സാധാരണയായിട്ട് നടക്കാറുള്ളത്. ഇതാണ് പന്നിപ്പടക്കം എന്ന് പറഞ്ഞ സാധനം. ഇത് എവിടെയാണ് വെക്കുന്നത്? ഇതെവിടെയാ? നീ എന്തിനാണ് മുമ്പോട്ട് പോയത്? ഞാൻ പോയി നോർത്ത് വന്നല്ലേ. എനിക്കറിയാം ഇത് വിളക്കണ സ്ഥലമാണ്. ഇതാണ് പന്നിപ്പടക്കം എന്ന് പറഞ്ഞ. നീ എന്റെ പുറകെ വരല്ലേ നീ. ഇയാളെ കൊണ്ട് ഒന്ന് മാറി. പ്രിയ പ്രേക്ഷകർ നോക്കിയിരിക്കുകയാണ്. നമ്മൾ കാണാത്ത സാധനം. ഇങ്ങോട്ട് വരല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മാമൻ പന്നിക്കുഞ്ഞപ്പം വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഒതുക്കിട്ടെ അമ്മാവിനോട് പോവുള്ളു. അറിയാമോ? ഇതാരിത്? ഇതാരാ? കേട്ടുകൊണ്ടിരിക്കൂ. 100-ന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഡേവിഡ് അങ്ങനെ ഡെഡായി. നീ അമ്മാവനോടാ? അമ്മാവൻ പന്നിയെ കൊന്നിട്ട് ഡീസന്റ് ആയിട്ട് വരും. എന്നാ പറ്റി അമ്മ? ഈ പന്നി കാരണം എന്റെ കയ്യിലിരുന്ന് അമിട്ട് പൊട്ടി. ഇനി 2 വർഷത്തേന് എനിക്ക് എന്റെ ദൈവം എനിക്ക് പടക്കം ഉണ്ടാക്കാൻ പറ്റിയല്ലേ. എന്റെ കൈ പോയേ. എന്നാ 2 വർഷത്തേക്ക് പടക്കം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അമ്മാവനെ ഞാൻ വിളിച്ചു വരുത്തി എന്തിനാണെന്ന് അറിയാലോ. ഈ പന്നീനെ എല്ലാം നശിപ്പിച്ചിട്ട് എനിക്ക് കർഷകശ്രീ അവാർഡ് കിട്ടാൻ വേണ്ടിട്ടാ. എന്റെ ദൈവമേ, എനിക്ക് കർഷകശ്രീ അവാർഡ് എങ്ങനെ കിട്ടും? എടാ പെണ്ണി, നീ വിഷമിക്കണ്ട. നിനക്ക് കർഷകശ്രീ അവാർഡ് കിട്ടിയില്ലെങ്കിലും നിന്റെ തൊട്ടടുത്ത ഒരു കർഷക സ്ത്രീ അങ്ങ് നിൽക്കുകയല്ലേ. തൽക്കാലം ഇതുകൊണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്.